രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിശ്വാമിത്രൻ്റെ യാഗം കഴിഞ്ഞതിന് ശേഷം 3 നാൾ ഓരോരോ കഥകളും പുരാണങ്ങളും പറഞ്ഞ് അവർ സിദ്ധാശ്രമത്തിൽ തന്നെ താമസിച്ചു. 4-ാം നാൾ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ജനക മഹാരാജാവിൻ്റെ രാജ്യമായ വിദേഹപുരിയിലെ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. അവിടെ ഒരു മഹായജ്ഞം നടക്കുകയായിരുന്നു. ത്രയ്യംബകം എന്ന ശൈവചാപം ശ്രീരാമലക്ഷ്മണന്മാർക്ക് കാണിച്ചു കൊടുക്കാനായിരുന്നു വിശ്വാമിത്രൻ്റെ ഉദ്ദേശം. യാത്രാമധ്യേ അവർ ഗൗതമാശ്രമത്തിലെത്തി. അവിടെ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യ ശാപമേറ്റ് ശിലയായി കഴിയുകയായിരുന്നു. ശ്രീരാമൻ പാദസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി. അഹല്യാദേവി രാമനെ ഇപ്രകാരം സ്തുതിച്ചു: നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു, നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ, നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ, സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗ സുധൃതശരചാപം കരുണാകരം കാളജലദഭാസം രാമം. കനകോജ്വലരത്നകുണ്ടലാഞ്ചിതഖണ്ഡം ജനകരുചിരദിവ്യാംബരം രമാവരം. കമലതലലോല വിമലവിലോചനം കമലോത്ഭവനദം മനസാ രാമമീഡേ. ശാപമുക്തയായ അഹല്യ ശ്രീരാമനെ സ്തുതിച്ചു. അതിനുശേഷം അഹല്യ തൻ്റെ പതിയായ ഗൗതമനോടുകൂടി സുഖമായി വസിച്ചു. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി മിഥിലാപുരിയിലേക്ക് പോയി. ജനക മഹാരാജാവ് അവരെ വിധി പോലെ സ്വാഗതം ചെയ്തു സൽക്കരിച്ചു. വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടതനുസരിച്ച് രാജാവ് അവിടെയുള്ള ശൈവചാപം അവർക്ക് കാണിച്ചു കൊടുത്തു. മഹർഷിയുടെ അനുജ്ഞ അനുസരിച്ച് ശ്രീരാമൻ ആ ത്രയംബകചാപം എടുത്ത് കുലച്ചു പൊട്ടിച്ചു. അതോടെ ജനകരാജാവ് മുമ്പേ നിശ്ചയിച്ചിരുന്നതനുസരിച്ച് ആ വില്ല് കുലച്ചു പൊട്ടിച്ച ശ്രീരാമന് തൻ്റെ പുത്രിയായ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു. ദശരഥ മഹാരാജാവിനെയും പരിവാരങ്ങളെയും പ്രത്യേകമായി ആളയച്ചു വരുത്തി. സീതാ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമൻ നൽകിയിടിനാൾ. ജനക മഹേന്ദ്രനും ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരം ശ്രുതകീർത്തിയും മണ്ഡവിയും. ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. വേഗമോടയോധ്യയ്ക്കാം മറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്ര അയച്ചോരനന്തരം. സീതാസ്വയംവരം കഴിഞ്ഞ് ദശരഥനും പുത്രന്മാരും താന്താങ്ങളുടെ പത്നിമാരോടും പരിവാരങ്ങളോടും കൂടി ആർഭാടപൂർവം അയോധ്യയിലേക്ക് യാത്രയായി. കുറച്ച് വഴി ചെന്നപ്പോൾ പരശുരാമൻ അവർക്കെതിരെ വന്നു. ക്ഷത്രിയധ്വംസനത്തിനൊരുങ്ങിത്തിരിച്ച അദ്ദേഹത്തെ കണ്ടതോടെ എല്ലാവരും ഭയന്നവശരായി. ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ച് തങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. താനൊഴിഞ്ഞ് വേറെ ഏത് രാമൻ
എന്ന് അട്ടഹസിച്ചുകൊണ്ട് പരശുരാമൻ ശ്രീരാമനെ തടഞ്ഞു. തൻ്റെ കയ്യിലുള്ള വിഷ്ണുദത്തമായ ചാപം കൊണ്ട് തന്നോട് യുദ്ധം ചെയ്യാമോ എന്ന് വെല്ലുവിളിച്ചു. ശ്രീരാമചന്ദ്രൻ ആ വില്ല് വാങ്ങി അത് കുലച്ച് ശരം തൊടുത്തു. ഈ വിധം തൊടുത്ത ശരം എന്ത് ലക്ഷ്യം വെച്ചാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും പരശുരാമൻ ക്രോധവും അഹങ്കാരവും വിട്ട് തൻ്റെ വൈഷ്ണവ തേജസ്സും ചൈതന്യവും ശ്രീരാമചന്ദ്രനിൽ തന്നെ സമർപ്പിച്ചു. തൊടുത്തുവെച്ച ബാണം തൻ്റെ അന്നേവരെ ആർജിച്ച പുണ്യങ്ങൾക്ക് നേരെ ലക്ഷ്യമാക്കിക്കൊള്ളുവാൻ പരശുരാമൻ അപേക്ഷിച്ചതനുസരിച്ച് ശ്രീരാമചന്ദ്രൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയൊന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാലയം ബുക്കീടിനാൻ. ഭൂപതി ദശരഥൻ താനതീ സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധി നന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രായ നമഃ.